തൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്കുള്ള മറുപടിയായിരിക്കും ഒക്ടോബർ 8-ാം തീയതി ജുലാന നിയോജക മണ്ഡലത്തിൽ സംഭവിക്കുക എന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വിനേഷ് ഫോഗാട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. താൻ നീതിക്ക് വേണ്ടി നിലനിന്നപ്പോൾ അനീതിയുടെ പക്ഷം ചേർന്നവർ എല്ലാം സംഘപരിവാറുകാർ തന്നെയാണ്. ഈ ഭാരതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പോളറൈസേഷൻ സംഘപരിവാർ ബ്രിജ് ഭൂഷന് വേണ്ടി നടത്തി. ബ്രിജ് ഭൂഷൺ ആർത്തുല്ലസിച്ചു. വാസ്തവത്തിൽ എനിക്ക് മെഡൽ കിട്ടാതായപ്പോഴും അതേ രീതിയിലുള്ള ചിരി എല്ലാ തരത്തിലും ആ ഗ്രൂപ്പിലേക്ക് പടർന്നു. എന്നാൽ ഇതിനുള്ള മറുപടി ഇന്നാട്ടിലെ സാധാരണക്കാർ നൽകും. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടും എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ BJPയുടെ തകർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്യും. അതിൽ പങ്കാളിയാകാൻ എനിക്ക് കഴിഞ്ഞതിൽ വലിയ രീതിയിൽ ചാരിതാർത്ഥ്യമുണ്ട് എന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വിനേഷ് ഫോഗാട്ട് പറഞ്ഞിരിക്കുന്നത്. ജുലാല മണ്ഡലത്തിൽ നിലവിലെ സിറ്റിംഗ് MLA ദുഷ്യന്ത് ചൗട്ടാലയുടെ പാർട്ടിയായ JJP MLA ആണ്. എന്നാൽ ഇക്കുറി അദ്ദേഹം മത്സരിക്കുന്നത് കൊണ്ട് വലിയ മിച്ചമൊന്നും ഉണ്ടാകില്ല. കാരണം ജുലാനയിൽ ഇത്തവണ തീപാറുന്ന പോരാട്ടമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വിനേഷ് ഫോഗാട്ട് പ്രചരണത്തിൽ ഏറെ മുൻപന്തിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഭൂരിപക്ഷം എത്രയാണ് എന്ന് മാത്രം പ്രവചിക്കേണ്ട കാര്യം മാത്രമേ അവിടെ ബാക്കി നിൽക്കുന്നുള്ളൂ. നിരവധിയായ ആരോപണങ്ങൾ BJP പൊടുന്നനെ തട്ടിവിടുകയാണ്. അതായത് വലിയ തോതിൽ പണ ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നും അതുമായി ബന്ധപ്പെട്ട രേഖകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നും പറഞ്ഞ് BJPയുടെ നേതാക്കൾ പലരും ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെയും നിരവധിയായ അന്തിച്ചർച്ചയിലൂടെയും കോൺഗ്രസിനെ കരിവാരിത്തേക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ലഹരി കടത്തുമായി ബന്ധപ്പെട്ട പണമെല്ലാം വലിയ തോതിൽ കോൺഗ്രസ് അക്കൗണ്ടിലേക്ക് വരുന്നു എന്ന തെറ്റിദ്ധാരണാജനകമായ വാർത്ത പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ സംശയമുളവാക്കാൻ BJP നാണം കെട്ട പല കളികളും കളിക്കുന്നുമുണ്ട്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ കേന്ദ്രമന്ത്രിമാരും തമ്പടിച്ച് നിൽക്കുകയാണ്. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രിമാർ ഇടവേളകളില്ലാതെ വന്ന് പ്രചരണം നടത്തുകയാണ്. വാസ്തവത്തിൽ ഇത്രയേറെ പ്രചരണം നടത്തേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം ഉണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി ഇത് തൻ്റെ ഏറ്റവും നിർണായക പോരാട്ടങ്ങളിൽ ഒന്നായി തന്നെ എടുത്തിരിക്കുകയാണ്. 400 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന യാത്ര ഹരിയാനയിൽ അങ്ങോളം ഇങ്ങോളം രാഹുൽ ഗാന്ധി നടത്തുന്നുണ്ട്. അത് വലിയ തോതിൽ ഇമ്പാക്റ്റ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഭാരത് ജോഡോ യാത്ര അത് നല്ല രീതിയിൽ വിജയം കൊയ്തതുപോലെ തന്നെ ഇവിടെയും അത് ആവർത്തിക്കും. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനുള്ള ഗ്രാഫിക്കൽ റെക്കോർഡ് കോൺഗ്രസിൻ്റെ കൈവശം ഉണ്ട് താനും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10-ൽ 5 സീറ്റും കോൺഗ്രസ് നേടിയെടുത്തു. ആകെ ഉണ്ടാകുന്ന പ്രശ്നം കോൺഗ്രസിനിടയിൽ അധികാര തർക്കവുമായി ബന്ധപ്പെട്ട ചെറിയ ചില ഏറ്റുമുട്ടലുകൾ തന്നെയാണ്. അത് പക്ഷേ ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കുമാരി സെൽജയുടെയും ഭൂവിന്ദർ സിംഗ് ഹൂദയുടെയും അധികാര കേന്ദ്രങ്ങൾ, അതായത് അവർ തമ്മിലുള്ള ഒരു പവർ പൊളിറ്റിക്സ്, ഒരു കിടമത്സരം ഉൾപാർട്ടി ജനാധിപത്യം എന്ന രീതിയിൽ ശക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്ന വാദമുണ്ട്. പക്ഷേ അതൊന്നും BJPക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കല്ല. അത് കോൺഗ്രസിനുള്ളിൽ തന്നെ കിടക്കുകയാണ്. ഇരുവരും എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ ഒരേ മനസ്സോടെ പ്രചരണത്തിന് പോകുന്നു. ഇത് വലിയ രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കുന്നതാണ്.